ഹായ് സ്റ്റുഡൻസ്, കണ്ടിന്യൂസ് സീരീസിൽ മോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ മെത്തഡിൽ തന്നെയാണ്, പക്ഷേ ഇക്വേഷനിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇത് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. കഴിഞ്ഞ ദിവസം കാണിച്ച എക്സാമ്പിൾ തന്നെയാണ്. മാർക്ക് അതിനെ എക്സ് എന്നെടുക്കുന്നു, നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എഫ് എന്നെടുക്കുന്നു. മാർക്സ് 0-10 കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് ക്ലാസ് ആയിട്ടായിരിക്കും നമുക്കിവിടെ മാർക്ക് തന്നിരിക്കുന്നത്. 10-20, 20-30, 30-40, 40-50, 50-60, 60-70 ഇങ്ങനെയാണ് മാർക്ക്. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കാം. 5, 12, 18, 25, 23, 10, 7. ടോട്ടൽ ഫ്രീക്വൻസി അത് സിഗ്മ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 100. ഇനി നമ്മൾ ഗ്രൂപ്പിംഗ് ടേബിൾ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, അത് ഡിസ്ക്രീറ്റ് സീരീസ് എടുത്തപ്പോൾ കണ്ടതാണ്. ഗ്രൂപ്പിംഗ് ടേബിള്, അതായത് ഫ്രീക്വൻസിയെ കൂട്ടിയെടുക്കുന്നതാണ് ഗ്രൂപ്പിംഗ് ടേബിളിൽ വരുന്നത്. ഗ്രൂപ്പിംഗ് ടേബിള് അത് 5 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യത്തെ 2 വീതം കൂട്ടിയെടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ രണ്ടാമത്തെ 2 വീതം കൂട്ടിയെടുക്കുന്നു, രണ്ടാമത്തേത് മുതൽ. തേർഡ് സ്റ്റെപ്പിൽ 1 മുതൽ 3 കൂട്ടിയെടുക്കുന്നു. ഫോർത്ത് സ്റ്റെപ്പിൽ ഒന്നാമത്തെ വിട്ടേച്ച് 2 മുതൽ 3 കൂട്ടിയെടുക്കുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ 2 വിട്ടിട്ട് 3 മുതൽ 3 കൂട്ടിയെടുക്കുന്നു. ഒന്ന് നോക്കുക, ഇതുണ്ടോ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇതേ ആദ്യത്തെ 2 ഈ 2 വീതം കൂട്ടിയെടുക്കുക. 12, 5, 17. ഇനി ഇത് 2 കൂടി കൂട്ടിയെടുക്കുക. 43, ദെൻ ഇത് 33. ലാസ്റ്റ് തന്നെ വിട്ടേക്കുക 33. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണ്? 2 വീതം കൂട്ടിയെടുക്കണം. ഒന്നാമത്തെ തന്നെ വിട്ടിട്ട് 2 വീതം, അതായത് 12, 18 കൂടെ കൂട്ടണം. 12ഉം 18 കൂടെ കൂട്ടുമ്പം 30. പിന്നെ അത് കഴിഞ്ഞ് 25, 23 കൂടി പ്ലസ് ചെയ്യണം. 25, 23 കൂടി പ്ലസ് ചെയ്യുമ്പം 48. പിന്നെ 10, 7 കൂടി ആഡ് ചെയ്യുമ്പോൾ 17. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ 1 മുതൽ 3 കൂട്ടിയെടുക്കണം. അതായത് 5, 12, 18. 1 മുതൽ 3 കൂട്ടിയെടുക്കണം. 1 മുതൽ 3 ഇതാ 1 മുതൽ 3 കൂട്ടിയെടുക്കുമ്പോൾ 55 വരും. 1 മുതൽ 3 കൂട്ടിയെടുക്കും 35 വരും. 35, 8, 15, 15, 35 വരും. 1 മുതൽ 3 കൂട്ടിയെടുക്കുമ്പോൾ പിന്നെ 25, 23, 10 ഇത് 3 കൂടി കൂട്ടിയെടുക്കുക. 25, 23, 10 ഇത് 3 കൂടി കൂട്ടിയെടുക്കുമ്പോൾ 58 വരും. ഇനി നാലാമത്തെ സ്റ്റേജിൽ ഒന്നാമത്തെ തന്നെ വിട്ടിടുക. അത് 5നെ ഒഴിവാക്കിയിട്ട് 2 മുതൽ 3 കൂട്ടിയെടുക്കണം. അതായത് 12, 18, 25 കൂടെ കൂട്ടുമ്പോൾ 55 വരും. 55. ഇനി അടുത്തതിൽ ഈ 3 കൂടെ കൂട്ടിയെടുക്കുക. അപ്പം 23 പ്ലസ് 10 പ്ലസ് 27, 40 വരും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ 2 വിട്ടിട്ട് ഇവിടെ മുതൽ 18 മുതൽ 3 കൂട്ടിയെടുക്കുക. ഇത് ഇങ്ങനെ കൂട്ടിയെടുക്കുക. 18, 25, 23 അത് 66 എന്ന് കിട്ടും ആറാമത്തെ സ്റ്റേജിൽ.